ഗൈസ്, ഐ ആം ബാക്ക്. നമ്മൾ ഈ ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കും വലിയ ക്ലാസ്സുകളിൽ. പക്ഷേ എല്ലാവർക്കും ഒരു അലേർട്ട്, ഞാൻ ട്രിഗ്നോമെട്രി പഠിച്ച് വട്ടായി എടുത്തതാണ്. ട്രിഗ്നോമെട്രി ആരും പഠിക്കരുത്, അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഞാൻ ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉമ്മയോട് ചോദിച്ചു, ഈ ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻ ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഉമ്മി പറഞ്ഞ് ഇത് ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വിളിച്ചു, ഓ ഫുട്ബോളിൽ ഇപ്പോൾ റൊണാൾഡോ ഒക്കെ ഇത് ചെയ്യുന്നത്, ഫുട്ബോളിൽ റൊണാൾഡോ ഒക്കെ ഈ ആംഗിൾ കുറച്ച് ഗോളൊക്കെ കുറവൊക്കെ അടിച്ച് കയറ്റുന്നത് ഈ ആംഗിൾ കണ്ടുപിടിച്ചായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇമാജിൻ ചെയ്തു നോക്കി, നമ്മുടെ പ്രശസ്തനായ ഡിഫൻഡർ റാമോസിനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ റാമോസ് ഓടി വരിക, റൊണാൾഡോ ഇങ്ങനെ ബോൾ കാലിയുണ്ട്, ബോളൊക്കെ കാലിയിരിപ്പുണ്ട്. അപ്പോഴത്തേക്കും ആലോചിക്കും, ഏത് വഴി അടിക്കണം എന്നും പറഞ്ഞു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ല, സൈൻ തീറ്റ ഏതെങ്കിലും ഒരു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വെച്ചിട്ട് ടാൻ തീറ്റയോ ഏതെങ്കിലും ഒരു സാധനം ആ കാലം ചാൻസ് കണ്ടുപിടിച്ചിരിക്കുമ്പോഴത്തേക്ക് റാമോസ് ബോൾ എടുത്തോണ്ട് പോയിക്കാണ്. അപ്പോൾ നമ്മൾ ഈ സത്യം പറഞ്ഞ ഫുട്ബോൾ ഈ ട്രിഗണോമെട്രി വരുന്ന പൊട്ടത്തരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ട്രിഗണോമെട്രി ആരും പഠിക്കരുത്, പിന്നെ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എല്ലാവർക്കും.